പിന്നെ ഈ സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നടന്നൊരു സംഭവമാണ്. ഈ സഹോദരി സ്വന്തം ഭർത്താവിന്റെ ക്രൂരമായ പീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്തു. മാത്രമല്ല, സ്വന്തം അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് തൻ്റെ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ, ആക്രമിച്ചതിൻ്റെ, ദ്രോഹിച്ചതിൻ്റെ വീഡിയോസ്, ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് അമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജും കൂടെ അയച്ചു. എന്നിട്ട് ഈ സഹോദരി പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 പവനോളം സ്വന്തം മകളെ കെട്ടിച്ച് അയച്ചപ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്തയച്ചിട്ടുണ്ട്. ആ സ്വർണം മുഴുവനും അവരെടുത്തിട്ട് അവർ വേണ്ട രൂപത്തിൽ അതിനെ ചെലവഴിച്ചിട്ടുണ്ട്. അവനൊരു വാഹനം വാങ്ങിയിട്ടുണ്ട് ഈ പൈസ എടുത്തിട്ട്. പക്ഷേ എന്നിട്ടും അവനിക്ക് ചോരക്കൊതി തീർന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ പണക്കൊതി തീർന്നിട്ടില്ല. സ്വന്തം ഒരു ഭാര്യ, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ആ പെണ്ണിന്റെ പൈസ കൊണ്ട് തിന്ന് നടക്കുന്ന ഒരാൾക്കാണ് എന്ന് പറയില്ല. അവനിക്ക് പറയുന്ന പേര് വേറെന്തൊക്കെയാണ്. അവർക്ക് യഥാർത്ഥ ഒരു പുരുഷനല്ല. അവന് സ്വന്തം വിയർപ്പിൽ അധ്വാനിച്ചുകൊണ്ട് സ്വന്തം ഉണ്ടാക്കിയ പണം കൊണ്ട് വാഹനം വാങ്ങിക്കാനും കുടുംബജീവിതം നയിക്കാനും കഴിയുന്ന ഒരാളാവണല്ലോ യഥാർത്ഥത്തിൽ ഒരു ഭർത്താവ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട രൂപത്തിൽ ചെലവ് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കരുതെന്ന് അള്ളാഹിന്റെ വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര വലിയ സത്യമാണ് അതൊക്കെ. ഇവിടെ സ്വന്തം അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ഭർത്താവിന്റെ ക്രൂരമായ മുഖങ്ങൾ അയച്ചു കൊടുത്തിട്ട്, തന്നെ കാട്ടിയ പീഡന മുറകൾ മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിന്റെ പകരം സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്കും പോയിട്ട് നിന്നാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പെൺകുട്ടികളാണോ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. വരും കാലഘട്ടങ്ങളിൽ എത്ര വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അതിനൊക്കെ തരണം ചെയ്ത് ജീവിക്കാനുള്ള മൈൻഡ് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം തരുമോ? നമ്മുടെ വീടുകളിൽ കെട്ടിച്ച് വിട്ട മക്കളുണ്ടാകും. ആ മക്കള് അവരുടെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണോ എന്ന് അന്ന് കരുതി ജീവിക്കുന്നതിന്റെ പകരം സുഖമാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. നമ്മൾ വിചാരിക്കണം അവർക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അത് മാത്രമല്ല, അതിന്റെ പുറമെ നമ്മളൊന്ന് അന്വേഷിക്കണം, എൻ്റെ മകൾക്ക് അവിടെ സുഖമാണോ, എൻ്റെ കുട്ടിക്ക് അവിടെ റാഹത്തായിട്ടുള്ള ജീവിതമാണോ എന്ന് അന്വേഷിക്കാൻ ഓരോ പാരൻസോട് മനസ്സ് കാണിക്കണം. ഒരു നിലക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. സ്വന്തം ബാപ്പയും ഉമ്മയും സ്വന്തം മകളെ നമ്മൾ പറയും ഞാൻ അങ്ങനെയാ വളർത്തി, ഇങ്ങനെ വളർത്തിയത്. ആ വളർത്തുന്നതിന്റെ പുറമെ നമ്മൾ അതിൻ്റെ കൂടെ സ്നേഹം കൂടെ കൊടുക്കണം. ആ സ്നേഹവും പരിചരണവും ഒക്കെ കൊടുക്കണം. നമ്മളെല്ലാം കൊടുത്തു പൂർണ്ണമാണ് എന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇന്നൊന്നും പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവർ ആത്മഹത്യ ചെയ്യുകയാണ്. സത്യത്തിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യലാണോ? ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ എല്ലാവിധ തെളിവുകളും നമുക്കുണ്ടെങ്കിൽ, എല്ലാവിധ സപ്പോർട്ടും നമുക്ക് തെളിവുകളായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് സെല്ലുകൾ നമുക്കുണ്ട് അല്ലേ? നമ്മുടെ പെൺകുട്ടികൾ അവർ വനിതാ സെല്ലിലും മറ്റുമൊക്കെ കംപ്ലൈന്റ് ചെയ്താൽ ഇന്ന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമം നമ്മുടെ പെൺകുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവിടെ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കി, പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് എന്തിനാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനത്തെ ഒരു വിഷമം വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കും തിരിച്ചറിയാൻ കഴിയാത്തത്. ആത്മഹത്യ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം സത്യം പറഞ്ഞാൽ ഇതിനുണ്ടോ? ഒരു നേട്ടവും കിട്ടുന്നില്ല. അവനക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ സുഖമായിട്ട് ഇതിൽ നടക്കും, പെണ്ണ് കെട്ടും, ചിലപ്പോൾ വിവാഹം കഴിച്ചു നല്ലൊരു ജീവിതം നയിക്കും. പക്ഷെ ഈ നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്. സ്വന്തം അമ്മയ്ക്ക്, സ്നേഹിച്ച ബാപ്പയ്ക്ക്, അതേപോലെ തന്നെ സഹോദരനെങ്കിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നോ അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. അല്ലാതെ ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ നിന്നുള്ള വലിയൊരു ഒളിച്ചോട്ടമാണ് സത്യത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നിനും ഒരു പരിഹാരമായിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ധൈര്യമായിട്ട് ഇടപെടുന്നതിന്റെ മുമ്പേ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത്. ധൈര്യമായിട്ട് ഇടപെട്ട് ഇങ്ങനത്തെ ആളുകളെ നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് അവരിവിടെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക.